ഹലോ ഫ്രണ്ട്സ്, മാതൃ മച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എമ്പുരാനിലെ വില്ലൻ ആരായിരിക്കും എന്ന് പറയുന്ന ആ ഒരു സംശയം ഇങ്ങനെ എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവർ പുറംതിരിഞ്ഞിരിക്കുന്ന റെഡ് ഡ്രാഗൻ്റെ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടത്. അപ്പോഴത്തേന് ആളിനെ ഏകദേശം പിടി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനൽ നോക്കിയാൽ വരെ ഇതാണ് ആരായിരിക്കും ആ ഒരു നടൻ എന്നുള്ളത്. പല പേരുകളാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ നമ്മുടെ ഡോൺലി, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, റിക്യുവിൻ്റെയാണ് ഇപ്പോൾ ഒരു 95% ആൾക്കാർ പേര് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് പറയുന്ന ഒരു പേരാണ്, നമ്മുടെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളും ഇപ്പോൾ പറയുന്ന പേരാണ് അമീർ ഖാൻ എന്നുള്ള പേര്. അമീർ ഖാൻ ആയിരിക്കും ആ ഒരു വില്ലൻ, അല്ലെങ്കിൽ ആ ഒരു റെഡ് ഡ്രാഗൻ്റെ ആ ഒരു മെയിൻ ആളെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ നമുക്കറിയാം എന്തായാലും ഒരു സർപ്രൈസ്, ഒരു ടെയിലൻ്റ് ഉണ്ടെന്ന് ഒഫീഷ്യലായിട്ട് പൃഥ്വിരാജ് കൺഫേം ചെയ്തതാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു ഫഹദ് ഫാസിലോ മമ്മൂക്കയോ ആയിരിക്കത്തില്ല എന്ന്, എന്നാലൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അമീർ ഖാൻ വല്ലതും ആയിരിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ ആരാധകർ മൊത്തം. അമീർ ഖാൻ വല്ലതും ആണെങ്കിൽ തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരിക്കും ആ സമയത്ത്. എന്തായാലും ഒരു ടെയിലൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് അമീർ ഖാൻ മിസിസ് ലാലേട്ടൻ എന്നുള്ള ആ ഒരു ഫേസ് ഓഫ് വല്ലതും ആണെങ്കിൽ തീർന്ന കാര്യം. അപ്പോൾ L3 ഹൈപ്പ് ഇപ്പോഴേ അങ്ങ് കൂടുന്നു. അപ്പം എന്തായാലും അമീർ ഖാൻ ആണെന്നുള്ളൊരു സംശയം വരാൻ കാരണം ഒരു ചെവിയാണ്. കാരണം നമുക്കറിയാം അമീർ ഖാൻ്റെ ചെവി ഒരു വെറൈറ്റി ചെവിയാണ്, നമുക്ക് നല്ല രസമുള്ളൊരു ചെവിയാണ്. അപ്പോൾ ഈ ഫോട്ടോയിലും ആ ഒരു മുടിയൊക്കെ വെട്ടിയ സമയത്ത് ചെവി നല്ലതായിട്ട് എടുത്തറിയാവുന്ന ഒരു ചെവിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അമീർ ഖാൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല, അമീർ ഖാൻ ആയേക്കാം. പിന്നെ അമീർ ഖാൻ്റെ സിസ്റ്ററും ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് ശേഷമാണ് അമീർ ഖാൻ്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അപ്പോൾ എന്തായാലും അമീർ ഖാൻ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ മൊത്തം. ആയാൽ രസമായിരിക്കും. എനിക്കൊന്ന് റിക്യുവിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇത് വരുന്നത് അമീർ ഖാൻ ആകുമ്പം നല്ല രസമായിരിക്കും. നമ്മുടെ മലയാളത്തിലെ മോളിവുഡിലെ ഒരു ബിഗസ്റ്റ് സിനിമയിൽ പുള്ളിയുടെ ഒരു എൻട്രി, അല്ലെങ്കിൽ അത് വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല പവർഫുൾ ആയിരിക്കും. അത് ഇങ്ങനെയുള്ളൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ വില്ലനായിട്ടൊക്കെ വരുവാന്ന് വെച്ചാൽ വിഷയമായിരിക്കും, ഒരു രക്ഷയും കാണത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആരാകും ആ ഒരു വില്ലൻ എന്നുള്ള ഒരു കാത്തിരിപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. നാളെയാണ് പടം റിലീസ് ചെയ്യുന്നത്, എമ്പുരാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ, നാളെ അറിയാം ആരായിരിക്കും ആ ഒരു വില്ലൻ എന്നുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.